സിക്കിം തുരങ്കാപകടത്തിൽ മരണപ്പെട്ട കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. നാഷണൽ ഹൈഡ്രോ പവർ ഇലക്ട്രിക് കോർപ്പറേഷൻ സിക്കിം യൂണിറ്റ് മാനേജരും ജിയോളജിസ്റ്റുമായിരുന്നു അനീഷ് മോഹൻ. സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ നടക്കും. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അനീഷ് മോഹന് ദുഃഖാർദ്രമായി നാട് വിട ചൊല്ലുകയാണ്. ജന്മനാട്ടിൻ്റെ അന്ത്യാഞ്ജലികൾ അദ്ദേഹം ഏറ്റുവാങ്ങുന്നു. ഏറെ വേദനാജനകമായാണ് നാട് ഈ വിയോഗ വാർത്ത കേട്ടത്. അനീഷ് തിരികെ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നാടും ബന്ധുക്കളും വീട്ടുകാരും എല്ലാവരും തന്നെ. കഴിഞ്ഞ ദിവസമുണ്ടായ ആ നാടിനെ നടുക്കിയ, രാജ്യത്തെ നടുക്കിയ ആ വലിയ അപകടത്തിലാണ് ജിയോളജിസ്റ്റും നാഷണൽ ഹൈഡ്രോ പവർ ഇലക്ട്രിക്കൽ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥനും പ്രധാനപ്പെട്ട ആളുകൾക്ക് പരിചിതനായിട്ടുള്ള യൂട്യൂബറുമൊക്കെയായ അനീഷ് മോഹൻ മരണപ്പെടുന്നത്. അനീഷ് മോഹന് ഈ തുരങ്ക അപകടത്തിൽ അനീഷ് ഉൾപ്പെടെയുള്ള നാഷണൽ ഹൈഡ്രോ പവർ ഇലക്ട്രിക് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരെ കാണാതാവുകയും പിന്നീട് അനീഷിൻ്റെ മൃതദേഹം കണ്ടുകിട്ടുകയുമായിരുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ വിമാനത്താവളത്തിൽ നിന്നും എത്തിച്ച മൃതദേഹം പിന്നീട് അവിടെ നിന്നും പ്രത്യേക ആംബുലൻസിൽ രാവിലെ 10:30 പാമ്പാടിയിലെ വീട്ടിൽ എത്തിച്ചത്. 8 മാസം മുൻപാണ് ഈ വീട്ടിൽ നിന്നും അനീഷ് മോഹൻ അവസാനമായി വന്ന് പോകുന്നത്. 8 മാസം മുൻപ് കുഞ്ഞിൻ്റെ 28 കെട്ട് ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അനീഷ് മോഹൻ ഈ പാമ്പാടിയിലെ ഈ വീട്ടിൽ എത്തുന്നു. പിന്നീട് സിക്കിമിലേക്ക് പോകുന്നു. ഹരിയാനയിൽ 2011 നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിൽ അദ്ദേഹം ജോലിയിൽ പ്രവേശിക്കുന്നത്. 17 വർഷമായി നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ കോർപ്പറേഷനിൽ അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നുണ്ട്. സീനിയർ മാനേജറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. 17 വർഷം ഹരിയാനയിലും പിന്നീട് 8 മാസം മുൻപ് സിക്കിമിലേക്ക് ജോലി മാറ്റം ഉണ്ടാകുന്നു. ഹരിയാനയിൽ ഭാര്യയോടും കുഞ്ഞിനോടുമൊക്കെ ഒപ്പം കുടുംബത്തോടൊപ്പമായിരുന്നു താമസം. പിന്നീട് സിക്കിമിലേക്ക് ജോലി മാറ്റം ലഭിച്ചപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്ക് സിക്കിമിലേക്ക് പോവുകയായിരുന്നു. 8 മാസം മുൻപ് വന്നു പോയതാണ്. ആ വീട്ടിലേക്കാണ് ഈ ചേതനേറ്റ ശരീരം വീണ്ടും എത്തിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ ഏറ്റവും വേദനാജനകമായി പറയാൻ ഉള്ളത്. ജിയോളജിസ്റ്റാണ്. പ്രധാനപ്പെട്ട ഒരു ആളുകൾക്ക് പരിചിതനായിട്ടുള്ള യൂട്യൂബറാണ്. ശാസ്ത്ര ലേഖകൻ എന്ന നിലയിൽ പ്രധാന യൂട്യൂബറായി ആളുകൾക്ക് പരിചിതനാണ്. ഒപ്പം നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പവർ കോർപ്പറേഷൻ്റെ സിക്കിം യൂണിറ്റ് മാനേജറുമായി സേവനമനുഷ്ഠിച്ച് വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നത്. രാജ്യത്തെ നടുക്കിയ ആ അപകടം ഉണ്ടാകുന്നത്. സിക്കിമിൽ നിന്നും എംബാം നടപടികളും മറ്റും വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് തടസ്സം ഉണ്ടായതിനെ തുടർന്ന് കൊൽക്കത്തയിൽ മൃതദേഹം എത്തിച്ചു. പിന്നീട് കൊൽക്കത്തയിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിൽ ഇന്നലെ വൈകിട്ടോടെ എത്തിച്ചു. വിമാനമാർഗം എത്തിച്ചു. പിന്നീട് ഇന്ന് രാവിലെ പ്രത്യേക ആംബുലൻസിൽ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. അനീഷിൻ്റെ ഭാര്യ സംഗീത, സഹോദരൻ സനൽ, അനീഷിൻ്റെ സഹോദരൻ ബിനീഷിൻ്റെ സുഹൃത്ത് തുടങ്ങിയവരെല്ലാം ഈ അനീഷ് ജോലി ചെയ്തിരുന്ന NHPCയിലെ ഉദ്യോഗസ്ഥരടക്കം മൃതദേഹത്തെ അനുഗമിച്ച് സിക്കിമിൽ നിന്നും നാട്ടുവരെ അനുഗമിച്ച് അവർ ബന്ധുക്കളെല്ലാം സിക്കിമിലേക്ക് എത്തിയിരുന്നു. പാറ തുരക്കുന്നതിനിടെ ഭൂമിക്കടിയിലുണ്ടായ മീഥേൻ വാതക ചോർച്ചയെ തുടർന്നാണ് ഈ കഴിഞ്ഞ 20-ന് സ്ഫോടനമുണ്ടാകുന്നതും. പിന്നീട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് 22-നാണ് അനീഷിൻ്റെ മൃതദേഹം ലഭിച്ചത്. എന്തായാലും വളരെ വൈകാരികമായാണ് നാട് അനീഷിന് ജന്മനാട് വിട ചൊല്ലുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ, ജനം, കോട്ടയം.